ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെയും കെട്ടിയവനൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ മോള് പറയുന്നുണ്ട് ഇന്ന് ഷൂസ് ഒന്നും ഇട്ട് പോകാനൊരു മൂഡില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് കറിയുടെ പരിപാടിയൊന്നും പ്രത്യേകിച്ചില്ല. പിന്നെ ഇന്നലത്തെ മുളക് വറുത്ത പുളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സാമ്പാർ വേണ്ടാത്തവർക്ക് അതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ കായ ഉപ്പേരിക്കുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വാരിയെടുത്തിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഇന്നത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടി കണ്ടിട്ട് ആരും കമൻറ്റ് പറയരുത്. കാരണം നമ്മളെ വീട് ഒരു 10-35 വർഷം പഴക്കമുള്ളത്. അപ്പോൾ അവിടുത്തെ പാത്രങ്ങളും ഏകദേശം അത്രയൊക്കെ വയസ്സായതാവും. എന്തായാലും വേറെ ആരും നേരാക്കാൻ വരില്ല എന്നും മീൻ ഒറ്റയ്ക്ക് വൃത്തിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മീനൊക്കെ ഒരുവിധം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കുള്ള അരപ്പ് എപ്പോഴും ഫ്രിഡ്ജിൽ ഞാൻ അരച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ അതൊരു പണിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ അതൊക്കെ കൊട്ടിയിട്ട് അതിലേക്ക് അത്യാവശ്യത്തിന് മഞ്ഞളും മുളകും പിന്നെ കളറിന് കുറച്ച് കാശ്മീരി ചില്ലിയും ഉപ്പും പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഇറച്ചി മീനൊക്കെ മസാല തിരുമ്പുമ്പോൾ ചേർക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് മീനൊക്കെ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ മീൻ എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ മീനിൻ്റെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മീൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ കൂടെ വാർത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ്ങും അതുപോലെ തന്നെ പാത്രങ്ങളിലൊക്കെ ഏറെക്കുറെയൊക്കെ ഞാൻ തീർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മീൻ പൊരിക്കാൻ നിന്നപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഇന്നെ നോക്കി ബേക്കറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ കൂടെ 2 എടുത്തിട്ട് തൊള്ളയിലിട്ടു കേട്ടോ. അതങ്ങനെ ഒരു രസമാണല്ലോ, ഹെൽത്തിന് നല്ലതൊന്നല്ല എന്നാലും എന്തോ ഭയങ്കര വിശപ്പെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ ഞങ്ങളെ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ കഴിച്ചത് വാഴക്കുപ്പേരി, അച്ചാർ, പിന്നെ ഇന്നലത്തെ മുളക് വറുത്ത പുളി, പിന്നെ എനിക്ക് മീൻ ഇഷ്ടമില്ലാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നലത്തെ മത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരെ.